സാർ, ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധമൊന്നും അത്ര നല്ലതായിരുന്നില്ലല്ലോ. ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു ചരക്ക് കപ്പൽ ബംഗ്ലാദേശ് പോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബന്ധങ്ങളെല്ലാം ഇനി വീണ്ടും പുനഃസ്ഥാപിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വീണ്ടും പുനഃസ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചത്. 1971 യുദ്ധം, 14 days വാർ, 14 ദിവസത്തെ യുദ്ധം. എനിക്ക് നല്ല ഓർമ്മയുള്ളതാണത്. ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. എല്ലാ ദിവസവും റേഡിയോ നോക്കും. അന്ന് റേഡിയോ അല്ലേ ഉള്ളൂ. എല്ലാ ദിവസവും പഴശ്ശിരാജ എന്ന് പറഞ്ഞ പഴയ സിനിമയിലെ ചൊട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി എന്ന് പറഞ്ഞ പാട്ട് ഏത് നേരവും ആ ചലച്ചിത്ര ഗാനങ്ങളിൽ അത് വെക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്വർഗത്തേക്കാൾ വലുതാണ് ഈ ജന്മഭൂമി എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു രോമാഞ്ചമൊക്കെ ഉണ്ടാവും. യുദ്ധം നടക്കല്ലേ. അങ്ങനെ നമ്മൾ വിമോചിപ്പിച്ച സ്ഥലമാണ് ഈ ബംഗ്ലാദേശ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമ്പോൾ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഈ മുജിബുർ റഹ്മാൻ്റെ സംഗതികളൊക്കെ എടുത്ത് മാറ്റി മുജിബുർ റഹ്മാനാണ് രാഷ്ട്രപിതാവ്. എന്നിട്ടിപ്പോൾ അവർ പറയാൻ തുടങ്ങി മുഹമ്മദ് അലി ജിന്നയാണ് രാഷ്ട്രപിതാവ്. അങ്ങനെ സെമിനാറൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹമാണ് രാഷ്ട്രപിതാവ്. ഇങ്ങനെ ഒരു തലതിരിഞ്ഞ വഴിക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പോക്ക്. 1971 ഈ ബംഗ്ലാദേശിൻ്റെ വിമോചനം അത് ജമാഅത്തെ ഇസ്ലാമി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്നത്തെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അന്നും പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ആ രീതിക്കാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാകിസ്ഥാൻ ചരക്ക് കപ്പൽ കറാച്ചിയിൽ നിന്ന് ചാറ്റോഗ്രാം തുറമുഖത്തെത്തിയിരിക്കുന്നു. ചാറ്റോഗ്രാം എന്ന് പറയുന്നത് പഴയ ചിറ്റഗോങ്, എൻ്റെ പേര് മാറ്റിയതാണ്. ചിറ്റഗോങ് ഒക്കെ നമ്മൾ 1971 യുദ്ധത്തിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായി ആദ്യമായിട്ട് കച്ചവട ബന്ധം തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ഈ പാകിസ്ഥാൻ്റെ കപ്പലെത്തിയത് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇത് വലിയ ഭീഷണി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയൽവക്കത്ത് നിന്ന് പാകിസ്ഥാൻ നമുക്ക് അല്ലെങ്കിൽ എപ്പോഴും ഭീഷണിയാണ്. പാകിസ്ഥാനിന് പിന്തുണയായിട്ട് ചൈനയുണ്ട്. പിന്നെ അയലത്ത് നമുക്ക് ബംഗ്ലാദേശ് ഉണ്ട്. ബംഗ്ലാദേശിലിപ്പോൾ കപ്പൽ വന്നിരിക്കുന്നു. സത്യത്തിൽ ബംഗ്ലാദേശിന് ഈ പാകിസ്ഥാനുമായിട്ട് വലിയ ദൂരമുണ്ട്. 10,000 കിലോമീറ്റർ ഉണ്ട് ദൂരം. ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ബംഗ്ലാദേശ്. മറ്റേ റോഡ് വഴിയൊന്നും ഇല്ല പാകിസ്ഥാനിൽ നിന്ന്. ഈ പടിഞ്ഞാറൻ പാകിസ്ഥാൻ വിമാനത്തിൽ വന്നും ഹെലികോപ്റ്ററിൽ വന്നും ഒക്കെയായിരുന്നു ആ കാലത്ത് യുദ്ധമൊക്കെ. അങ്ങനെയായിരുന്നു. അപ്പോൾ 1971 നിഴല് എപ്പോഴും ബംഗ്ലാദേശിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖലീദ സിയ മറ്റേ ഷെയ്ഖ് ഹസീന നമ്മുടെ ഇന്ത്യയുടെ കൂടെ അവർ ഭരണത്തിൽ വന്നപ്പോഴൊക്കെ നിന്നിരുന്നു. ഈ യുദ്ധത്തിൻ്റെ സന്നാഹവും യുദ്ധവും എല്ലാം കൂടി 9 മാസം 1971 ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ യുദ്ധം ചെയ്യാമായിരുന്നു. പക്ഷെ സാം മനക്ഷ നമ്മുടെ സേനാ മേധാവി മൺസൂൺ വന്നാൽ നമുക്ക് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല, മൺസൂൺ കഴിയട്ടെ എന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞിട്ട് അത് നമ്മൾ നീട്ടി അങ്ങ് പോയിട്ട് 2.5 ലക്ഷം ഹിന്ദുക്കളെ അവിടെ കൂട്ടക്കൊല ചെയ്തു. ശരിക്കും ഒരു വംശഹത്യയാണത് കിഴക്കൻ ബംഗാളിൽ നടന്നത്. അതൊക്കെ ഇപ്പോഴത്തെ ആ കാലത്തൊന്നും നമുക്കറിയില്ലത്. വംശഹത്യ നടക്കുന്നതൊക്കെ ഒന്നും ആ കാലത്തെ പത്രവാർത്തകളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ കാലത്ത് ഇതൊന്നും അറിയില്ല. ഇപ്പോഴാണ് ഇത് പുസ്തകത്തിൽ, അടുത്ത കാലത്ത് ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു കരാളത ഒക്കെ മനസ്സിലാകുന്നത്. 30 ലക്ഷം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധത്തിൽ. ആയിരങ്ങൾ പീഡനം അനുഭവിച്ചു, ലക്ഷങ്ങൾ പലായനം ചെയ്തു. ഇതുവരെ പാകിസ്ഥാൻ ഇന്ത്യയോടോ ബംഗ്ലാദേശിനോടോ ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞിട്ടില്ല. ഇത്രയും ഈ ക്രൂരത കാണിച്ചിട്ട് വംശഹത്യക്ക് മാപ്പ് പറയണമെന്ന് ബംഗ്ലാദേശ് ഈ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശുകാരനും അമേരിക്കയിലുള്ള പൊളിറ്റിക്കൽ കമൻറ്റേറ്ററുമായിട്ടുള്ള അലി റിയാസ് ഈ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു നയതന്ത്ര രാജ്യാന്തര കാര്യങ്ങളുടെ ഓൺലൈൻ ഉണ്ട് ഡിപ്ലോമാറ്റ്.
അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 2021 തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ മാപ്പ് പറയേണ്ടതാണെന്ന്. പക്ഷേ ഇതുവരെ ആരും മാപ്പ് പറഞ്ഞിട്ടില്ല. അതിനു പകരം 1971 ഇന്ത്യയുടെ പങ്ക് അനാവശ്യമായിരുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനും ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിന്നയുടെ പാകിസ്ഥാനെ അട്ടിമറിക്കാൻ ഇന്ത്യ ഗൂഢാലോചന നടത്തിയതിനെ തുടർന്നാണ് 1971 യുദ്ധം വേണ്ടി വന്നത് എന്നാണ് ഇപ്പോഴത്തെ ഈ ജമാഅത്തെ ഇസ്ലാമി യൂനുസ് ഭരണകൂടത്തിൻ്റെ ഒക്കെ ചിന്ത അങ്ങനെയാണ്. നമ്മളുടെ ഇടപെടൽ പാകിസ്ഥാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇടപെട്ടത് എന്തുകൊണ്ടാണ്? ഹിന്ദുക്കളുടെ വംശഹത്യ അവിടെ നടക്കുന്നത് കൊണ്ടാണ്. അന്നത്തെ ധാക്ക യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്രയോ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കാലത്ത്. ഈ ഹസീനയ്ക്ക് ഇത് വളരെ പ്രധാനമായിരുന്നു, ഇന്ത്യയായിട്ടുള്ള ബന്ധം. ഈ അവരവിടെ ചെയ്തത് റസാക്കർമാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരെയൊക്കെ. ഈ റസാക്കർമാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൈദരാബാദിൽ നൈസാമിൻ്റെ കാലത്ത് പണ്ട് നമ്മുടെ ഇന്ത്യ മോചിപ്പിക്കപ്പെടുന്ന സമയത്തുമൊക്കെ യുദ്ധം ചെയ്തിരുന്ന കലാപകാരികളാണ് റസാക്കർമാർ എന്ന് ആദ്യമായിട്ട് പറഞ്ഞിരുന്നത് അവരെയാണ് കലാപകാരികൾ. അപ്പോൾ ഇവിടെയും ഈ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവരെ റസാക്കർമാർ എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി വിളിച്ചിരുന്നത്, അവാമി ലീഗ് വിളിച്ചിരുന്നത്. അപ്പോൾ ഹസീനയും മാപ്പ് പറയണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞിരുന്നു. റസാക്കർമാരെ പ്രോസിക്യൂട്ട് ചെയ്തു 1971 യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ. ഇടയ്ക്കിടയ്ക്ക് ആളുകളെ കിട്ടുമ്പോഴൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാറുണ്ടായിരുന്നു ഷെയ്ഖ് ഹസീന. 2010 രാജ്യാന്തര കുറ്റ ട്രൈബ്യൂണൽ സ്ഥാപിച്ചു ബംഗ്ലാദേശിൽ. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുകയും ചെയ്തു ഷെയ്ഖ് ഹസീന. എന്നിട്ട് 2013 ജമാഅത്ത് നേതാവ് അബ്ദുൽ ഖാദർ അയാളെ തൂക്കിക്കൊന്നു. പാകിസ്ഥാന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന അയാളെ ശിക്ഷിച്ചത് ഈ രാജ്യാന്തര കുറ്റ ട്രൈബ്യൂണൽ ആണ് ശിക്ഷിച്ചത്, തൂക്കിക്കൊന്നു. അയാൾ 344 പേരുടെ കൊലയ്ക്ക് സൂത്രധാരത്വം വഹിച്ച ആളാണ് എന്നുള്ളതായിരുന്നു കേസ്. ജമാഅത്ത് നേതാവ് അബ്ദുൽ ഖാദർ. അപ്പോൾ അന്ന് പാകിസ്ഥാൻ്റെ ഇയാളെ തൂക്കിലേറ്റി കഴിഞ്ഞപ്പോൾ അന്ന് പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി ചൗധരി നിസാർ അലി ഖാൻ ഇത് വലിയ നിർഭാഗ്യകരമായി പോയി എന്നും പറഞ്ഞിരുന്നു. ഒരു കൊലപാതകയെ തൂക്കിക്കൊന്നാണ്, അത് നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞു. 1971 പാകിസ്ഥാന് ഒപ്പം നിന്നതാണ്. അപ്പോൾ ഈ തൂക്കിക്കൊല നടന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റ് അതിനെ അപലപിച്ച് പ്രമേയവും പാസാക്കിയിരുന്നു. 1971 യുദ്ധത്തിൽ ബംഗ്ലാദേശ് ജയിച്ചത് പാകിസ്ഥാന് ഇഷ്ടമല്ല എന്ന് ഹസീന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹസീന എപ്പോഴും ബംഗ്ലാദേശിന് ഇന്ത്യക്കൊപ്പം നിർത്തിയിട്ടുണ്ട്. മുക്തി ബാഹിനിക്ക് അക്കാലത്ത് ഇന്ത്യ സഹായം കൊടുത്തിട്ടുണ്ട്. മുജീബിനെ കൊലപ്പെടുത്തിയല്ലോ കലാപകാരികൾ പിന്നീട്, മുജീബുർ റഹ്മാനെ. അത് കഴിഞ്ഞ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയവും കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ യുവാക്കളാണല്ലോ കൂടുതലും ഈ പ്രക്ഷോഭകാരികൾ. അവർക്ക് 1971 ചരിത്രം അറിയില്ല, ചരിത്രമൊന്നും അറിയാത്ത കുറേ യുവാക്കൾ, കുറേ കലാപകാരികൾ, ജമാഅത്തെ ഇസ്ലാമിയെ ഇളക്കി വിടുന്ന കുറേ മതഭീകരന്മാർ, യുവാക്കൾ. ഇവിടെയുള്ള ഈ സുഡാപ്പി പോലെയൊക്കെയുള്ള ആളുകളാണ് ഉള്ളത്. രണ്ട്, ഇന്ത്യയോട് അവർക്ക് സ്നേഹമില്ല. അത് ഈ പ്രക്ഷോഭകാലത്തൊക്കെ കണ്ടതാണല്ലോ. പിന്നെ അവിടെ ഇന്ദിര സാംസ്കാരിക കേന്ദ്രം എന്ന് പറഞ്ഞൊന്നുണ്ട്, ഇന്ദിര ഇന്റർനാഷണൽ സെന്റർ. അതിന് തീയിടുകയും ചെയ്തു ഈ കഴിഞ്ഞ പ്രക്ഷോഭകാലത്ത്. ഇന്ത്യയോട് സ്നേഹമില്ല എന്നുള്ള ഇന്ത്യയാണ്. പിന്നെ ന്യൂനപക്ഷ നരേറ്റീവ്സാണിപ്പോൾ. ഒരു മുസ്ലിം ആഖ്യാനം ആണ് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കി വരുന്നത്. ഇന്ത്യ മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുന്നു. 1971 അതിൻ്റെ ഉദാഹരണമാണ്. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഈ സംസ്കാരത്തിനുമൊക്കെ എതിരെ ആണ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത്. ഈ 3 കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ ഭരണകൂടം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആണ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹസീന പോയ ശേഷം ഈ പാകിസ്ഥാനിൽ ധാരാളം മുഖപ്രസംഗങ്ങൾ വന്നിട്ടുണ്ട്. ഈ ബംഗ്ലാദേശും ആയിട്ട് നമ്മൾ വലിയ സഹകരണം വേണം, ഇപ്പം നമുക്ക് താല്പര്യമുള്ള ഭരണകൂടമാണ്. പാകിസ്ഥാനിലെ പത്രങ്ങളിലും മുഖപ്രസംഗങ്ങളിൽ വന്നു. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ മാധ്യമത്തിൽ പഴയ പാക് നയതന്ത്ര പ്രതിനിധി
ബുർഹാനിൻ ഇസ്ലാം ഇപ്പോൾ എഴുതിയിട്ടുണ്ട് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ. നമ്മൾ പഴയതൊക്കെ മറക്കണം, പുതിയ സൗഹൃദം നമ്മൾ ഊട്ടിയുറപ്പിക്കണം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ. അതൊരു പോർട്ടലാണ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ മുഹമ്മദ് യൂനിസില്ലേ ഇപ്പോൾ മുഖ്യോപദേഷ്ടാവ്, പ്രധാനമന്ത്രിയൊന്നുമില്ലല്ലോ, മുഖ്യോപദേഷ്ടാവ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആ UN സമ്മേളനത്തിന് പോയപ്പോൾ അമേരിക്കയിൽ വെച്ച് കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് വലിയ ഈ പടയും ചക്കരയും ബോബനും മൂളിയും ഒക്കെ പോലെയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാകിസ്ഥാൻ കപ്പൽ ചിറ്റഗോങ് തുറമുഖത്ത് വന്നിരിക്കുന്നത്. അത് ഇന്ത്യക്ക് ഭീഷണിയാണ്. ഈ മുഹമ്മദ് യൂനിസ് താൽക്കാലികമായ ഒരു അഡ്വൈസർ എന്നുള്ള നിലയിൽ നിൽക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം അദ്ദേഹമാണോ തീരുമാനിക്കുന്നത്, ജമാഅത്തെയാണോ തീരുമാനിക്കുന്നത് ഇനി പാകിസ്ഥാനുമായിട്ട് ഒന്നിച്ച് പോകാം എന്നുള്ള? ജമാഅത്തെ ഇസ്ലാമിയുടെ പാവയാണ് മുഹമ്മദ് യൂനിസ്, അമേരിക്കയുടെയും പാവയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മളവിടെ കാണുന്നത് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, മറ്റേ ഖലീദ സിയയുടെ അവര് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഉണ്ടായിരുന്നു, ഷെയ്ഖ് ഹസീനയെ മറിച്ചിടാൻ. ഇപ്പൊ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇപ്പൊ അവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അവാമി ലീഗ് പ്രക്ഷോഭത്തിന് ശ്രമിച്ചത് അവിടെ അടിച്ചമർത്തി കഴിഞ്ഞ ആഴ്ചയാണ് BNPയുടെയും. അപ്പം മുഹമ്മദ് യൂനിസിന്റെ നിമിഷങ്ങളൊക്കെ എണ്ണപ്പെട്ടിരിക്കുകയാണ് അവിടെ. ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ വളർത്താനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.